ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 പരമ്പരയ്ക്ക് ബുധനാഴ്ച തിരിതെളിയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകവും ആരാധകരും ഒരുപോലെ ഉറ്റുനോക്കുന്നത് ടീം ഇന്ത്യയുടെ പുതിയ പരീക്ഷണങ്ങളിലേക്കും തന്ത്രങ്ങളിലേക്കുമല്ല, മറിച്ചൊരു 15 വയസ്സുകാരൻ പയ്യന്റെ ചരിത്രപരമായ അരങ്ങേറ്റത്തിനായാണ്. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലും അണ്ടർ-19 തലത്തിലും റൺമഴ തീർത്ത് വിസ്മയമായി മാറിയ കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശി ഒടുവിൽ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിന്റെ വലിയ വേദിയിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ്. അയർലൻഡിനെതിരെയേറ്റ 0-2 അപ്രതീക്ഷിതവും നാണം കെട്ടതുമായ പരമ്പര തോൽവിക്ക് ശേഷം ഇന്ത്യൻ ടീമിൽ വൻ അഴിച്ചുപണികൾക്കാണ് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ തയ്യാറെടുക്കുന്നതും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ വൈഭവ് സൂര്യവംശിയെ കളത്തിലിറക്കാനുള്ള തീരുമാനം. അയർലൻഡ് പര്യടനത്തിൽ തന്നെ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറുമെന്നായിരുന്നു ക്രിക്കറ്റ് നിരീക്ഷകരും ആരാധകരും ഒരുപോലെ പ്രവചിച്ചിരുന്നത്. എന്നാൽ അന്ന് ടീം മാനേജ്മെന്റ് യുവതാരത്തിന് അവസരം നൽകാൻ വിമുഖത കാണിച്ചു. പരിചയസമ്പന്നരായ താരങ്ങളുമായി മുന്നോട്ടു പോയ ഇന്ത്യക്ക് അവിടെ നേരിടേണ്ടി വന്നത് കടുത്ത പരാജയമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇംഗ്ലണ്ടുമായുള്ള കടുത്ത പോരാട്ടത്തിന് മുൻപ് ടീമിന്റെ ബാറ്റിംഗ് ശൈലി തന്നെ മാറ്റാൻ ഗൗതം ഗംഭീർ നിർബന്ധിതനായത്. കളി ജയിക്കുക എന്നതിലുപരി ഭയമില്ലാതെ ആക്രമിച്ച് കളിക്കുന്ന ഒരു യുവനിരയെ വാർത്തെടുക്കുക എന്നതാണ് ഗംഭീറിന്റെ ലക്ഷ്യം. അതിനായി വൈഭവിനെ പോലെ ഒരു യുവപ്രതിഭയെ ആദ്യ മത്സരത്തിൽ തന്നെ കയറൂരി വിടാൻ കോച്ച് തീരുമാനിച്ചതായാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ. ഇന്ത്യൻ ക്രിക്കറ്റിലെ നിലവിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ജോഡികളായ അഭിഷേക് ശർമ്മയെയും മലയാളി സൂപ്പർ താരം സഞ്ജുവിനെയും മാറ്റാൻ ഒടുവിൽ ഗംഭീർ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ പരിശീലന സെക്ഷനുകളിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു. പ്രമുഖ സ്പോർട്സ് മാധ്യമങ്ങൾ പങ്കുവച്ച ലേറ്റസ്റ്റ് വീഡിയോകൾ ഈ മാറ്റത്തെ ശരിവെക്കുന്നതാണ്. പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള ഇന്ത്യൻ ടീമിന്റെ നെറ്റ്സ് പരിശീലന വേളയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആരാധകരിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ പേസ് ബൗളിംഗിലെ പുതിയ പ്രതീക്ഷയായ ഹർഷിത് റാണയുടെ അതിവേഗ പന്തുകളെ നെറ്റ്സിൽ വളരെ ആത്മവിശ്വാസത്തോടെയും അനായാസത്തോടെയുമാണ് 15-കാരനായ വൈഭവ് നേരിട്ടത്. തന്റെ സ്വാഭാവികമായ അഗ്രസീവ് ശൈലി താരം നെറ്റ്സിലും കൈവിട്ടിരുന്നില്ല. വൈഭവ് ബാറ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഹെൽമറ്റും പാടുമണിഞ്ഞ് തന്റെ ഊഴത്തിനായി കാത്തു നിൽക്കുന്ന സഞ്ജുവിനെയും കാണാമായിരുന്നു. വൈഭവ് ഏതാനും പന്തുകൾ നേരിട്ട് മാറിയതിന് തൊട്ടു പിന്നാലെ സഞ്ജു ക്രീസിലേക്ക് എത്തുകയും ബാറ്റിംഗ് പരിശീലനം തുടരുകയും ചെയ്തു. ഒരുമിച്ച് നെറ്റ്സ് പങ്കിടുകയും ഒരേ ബൗളർമാർക്കെതിരെ ഒന്നിച്ച് തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്നതിലൂടെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒന്നാം T20-യിൽ സഞ്ജുവും വൈഭവ് സൂര്യവംശിയുമായിരിക്കും ഇന്ത്യയുടെ ഓപ്പണർമാർ എന്ന് ഉറപ്പായിരിക്കുകയാണ്. ഒരു വശത്ത് അനുഭവ സമ്പത്തും കളി നിയന്ത്രിക്കാനുള്ള കഴിവുമുള്ള സഞ്ജുവും മറുവശത്ത് കൗമാരത്തിന്റെ പ്രകമ്പനങ്ങളുമായി വൈഭവും എത്തുമ്പോൾ അതൊരു മാരക കോംബോ ആയിരിക്കുമെന്നതിൽ തർക്കമില്ല. സഞ്ജുവും വൈഭവും ഓപ്പണർമാരായി എത്തുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം ഇന്ത്യയുടെ വിനാശകാരിയായ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്നതാണ്. T20 ക്രിക്കറ്റിൽ പവർ പ്ലേ ഓവറുകളിൽ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിവുള്ള ഒരു പ്രോപ്പർ ഓപ്പണിംഗ് സ്പെഷ്യലിസ്റ്റാണ് അഭിഷേക്. അദ്ദേഹത്തെ ഓപ്പണിംഗ് സ്ഥാനത്തു നിന്നും മാറ്റി ഒരു മിഡിൽ ഓർഡർ ബാറ്ററായി കളിപ്പിക്കാൻ ടീം മാനേജ്മെന്റ് ഒട്ടും താല്പര്യപ്പെടില്ല. കാരണം മധ്യനിരയിൽ കളിക്കുന്നത് അഭിഷേകിന്റെ സ്വാഭാവിക ഗെയിമിങ്ങിനെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമായ ഒരേയൊരു വഴി ആദ്യ മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് വിശ്രമം അനുവദിക്കുക എന്നത് മാത്രമാണ്. സഞ്ജു വൈഭവ് സഖ്യം ഓപ്പൺ ചെയ്യുമ്പോൾ അഭിഷേക് ആദ്യ മത്സരത്തിൽ റിസർവ് ബെഞ്ചിലായിരിക്കും സ്ഥാനം പിടിക്കുക. എന്നാൽ ഈ പരമ്പരയിലുടനീളം ഇതേ ഓപ്പണിംഗ് സഖ്യവുമായി ഇന്ത്യ മുന്നോട്ടു പോകാൻ സാധ്യതയില്ലെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധരും വിലയിരുത്തുന്നത്. ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു റൊട്ടേഷൻ പോളിസി ആയിരിക്കും ഗൗതം ഗംഭീർ ഇവിടെ നടപ്പിലാക്കുക. പരമ്പരയിലെ ആദ്യ 2-3 മത്സരങ്ങളിൽ സഞ്ജുവും വൈഭവും തന്നെയായിരിക്കും ഇന്ത്യക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഈ മത്സരങ്ങളിലൂടെ വൈഭവിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ സമ്മർദ്ദങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കൃത്യമായ അവസരം ലഭിക്കും. പരമ്പരയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുതിർന്ന താരമായ സഞ്ജുവിന് വിശ്രമം അനുവദിച്ചേക്കാം. ആ സമയത്ത് അഭിഷേക് ശർമ്മ ടീമിലേക്ക് തിരിച്ചെത്തുകയും വൈഭവ് സൂര്യവംശിക്കൊപ്പം ഓപ്പണറായി കളിക്കുകയും ചെയ്യും. ഈ തന്ത്രത്തിലൂടെ വൈഭവ് സൂര്യവംശിക്ക് പരമ്പരയിലെ മുഴുവൻ മത്സരങ്ങളിലും കളിക്കാനുള്ള അവസരം ലഭിക്കുമെന്നാണ് സൂചന. ടീമിലെ മറ്റുള്ളവർ മാറി മാറി വരുമ്പോഴും ഈ 15-കാരനെ സ്ഥിരമായി നിലനിർത്തി അദ്ദേഹത്തിന്റെ പ്രതിഭയെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനാണ് ഇന്ത്യൻ ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറേയും
ബ്രിട്ടീഷായും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ബാറ്റിംഗ് മികവാണ് വൈഭവ് കാഴ്ചവെച്ചിട്ടുള്ളതും. ഇടംകൈയൻ ബാറ്ററായി വൈഭവിന്റെ ടൈമിങ്ങും വലിയ സിക്സറുകൾ നേടാനുള്ള കരുത്തും തന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ ഇതിനോടകം തന്നെ പല പ്രമുഖ ബൗളർമാരെയും അതിർത്തി കടത്തിയ ചരിത്രം ഈ യുവതാരത്തിനുണ്ട്. ഇംഗ്ലണ്ടിലെ പേസിനെയും ബൗൺസിനെയും അനുകൂലിക്കുന്ന പിച്ചുകളിൽ വൈഭവിനെ പോലൊരു അറ്റാക്കിംഗ് ബാറ്റ്സ്മാനെ ഇറക്കുന്നത് വഴി എതിരാളികളെ മാനസികമായി തളർത്താൻ ഇന്ത്യക്ക് കഴിയും. പവർ പ്ലേയിൽ ഫീൽഡിംഗിൽ നിയന്ത്രണങ്ങൾ മുതലാക്കി വേഗത്തിൽ റൺസ് ഉയർത്താൻ വൈഭവിന് കഴിഞ്ഞാൽ അത് പിന്നാലെ വരുന്ന മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർക്ക് വലിയ രീതിയിൽ തുണയാകും. അയർലൻഡിനെതിരായ തോൽവിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ വലിയ നിരാശയിലായിരുന്നു. എന്നാൽ ഇംഗ്ലണ്ട് പരമ്പരയിലെ ഈ പുതിയ മാറ്റങ്ങൾ ടീമിലേക്ക് വീണ്ടും വലിയ പ്രതീക്ഷകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. മലയാളി താരം സഞ്ജുവിന്റെ നായകതുല്യമായ പിന്തുണയും ഗൗതം ഗംഭീർ എന്ന തന്ത്രശാലിയായ കോച്ചിന്റെ തണലും ലഭിക്കുന്നതോടെ വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത സൂപ്പർ താരമായി മാറുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ബുധനാഴ്ച നടക്കുന്ന ആദ്യ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് കായിക ലോകം.